ഇന്ന് നമുക്ക് മുരിങ്ങയ്ക്ക വെച്ചിട്ട് വളരെ ടേസ്റ്റുള്ള ഒരു മസാലക്കറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകമൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 6-7 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 20 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് നെടുകെ പൊളന്നതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതും ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസിലെ തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. തക്കാളിക്ക് പുളിയുള്ളത് കാരണം ഒരല്പം ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ പുളിവെള്ളം ഒഴിക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് കറിക്ക് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കാം. ഇനിയൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ വെന്ത് മസാലയൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചതാണ്. ഇത് ചേർത്ത് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പം കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും. ഇനി ഇതിനകത്തേക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. 2 മുരിങ്ങയ്ക്ക ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കായും ഒക്കെ ഈ ഗ്രേവിക്കകത്ത് കിടന്ന് നല്ലതായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് പറ്റി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രുചികരമായ മുരിങ്ങയ്ക്ക മസാലക്കറി ഇവിടെ തയ്യാറായിരിക്കുന്നു.